തീർച്ചയായിട്ടും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരം തന്നെയാണ് നിവിൻ പോളി. മുൻപ് പലവട്ടം തിയേറ്ററുകൾ ജനസാഗരമാക്കുവാനായി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം നിവിൻ പോളിയുടെ ഉജ്ജ്വലമായ തിരിച്ചുവരവാണ് സർവ്വം മായയിലൂടെ നമ്മൾ കാണുന്നത്. മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനത്തേക്ക് നിവിൻ പോളി കുതിച്ച് തിരിച്ചു വരുന്ന കാഴ്ച തന്നെയാണ് ഈ ഒരൊറ്റ സിനിമയിലൂടെ മലയാള സിനിമാ പ്രേമികൾക്ക് മുൻപിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം സെലക്ട് ചെയ്യുന്ന സിനിമകൾ നിരൂപക പ്രശംസയിൽ മാത്രം ഒതുങ്ങിപ്പോയപ്പോൾ നിവിൻ പോളി എന്നുള്ള താരത്തിന്റെ കരിയർ അവസാനിച്ചു എന്നുവരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിവിന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവിന് എല്ലാ കുറവുകളും നികത്തിക്കൊണ്ട് തന്നെ മലയാള സിനിമ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ്. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവ്വം മായയിലൂടെ നിവിൻ പോളി ആ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ക്രിസ്മസ് റിലീസായാണ് നിവിൻ പോളിയുടെ സർവ്വം മായ തിയേറ്ററുകളിലെത്തിയത്. പ്രഖ്യാപനം മുതൽ തന്നെ പ്രതീക്ഷ ഉണർത്തിയ ചിത്രം ആദ്യ ഷോയ്ക്ക് പിന്നാലെ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. ഒപ്പം മികച്ച രീതിയിലുള്ള പബ്ലിസിറ്റിയും ചിത്രത്തിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒടുവിൽ വെറും 4 ദിവസത്തിൽ 50 കോടി ക്ലബിലും സർവ്വം മായ എത്തിയിരുന്നു. പുത്തൻ റിലീസുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവയെല്ലാം കടത്തിവെട്ടിക്കൊണ്ട് സർവ്വം മായ ന്യൂ ഇയറിലും ആധിപത്യം തുടരുകയാണ്. റിലീസ് ചെയ്ത ആദ്യ 7 ദിവസത്തെ ആഗോള കളക്ഷനാണ് ട്രാക്കിംഗ് സൈറ്റായ സാക്നിൽക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. 67 കോടി രൂപയാണ് സർവ്വം മായയുടെ ആഗോള കളക്ഷൻ. ഇന്ത്യ നെറ്റ് 30 കോടിയും ഗ്രോസ് 35.30 കോടി രൂപയുമാണ്. ഓവർസീസിൽ നിന്ന് 31.70 കോടി രൂപയും ഇതിനോടകം തന്നെ നിവിൻ ചിത്രം സർവ്വം മായ നേടിയിട്ടുണ്ട്. 30.5 കോടിയാണ് കേരളത്തിൽ നിന്ന് മാത്രം 7 ദിവസം ചിത്രം നേടിയിരിക്കുന്നത്. കർണാടകയിൽ നിന്ന് ചിത്രം 2.27 കോടി രൂപ നേടിയപ്പോൾ ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്ന് 35 ലക്ഷവുമാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും 100 കോടി എന്ന നേട്ടത്തിലേക്ക് സർവ്വം മായ ദിവസങ്ങൾക്കുള്ളിൽ എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത്. ഇന്ന് ജനുവരി 2 കളക്ഷൻ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും ചിത്രം 70 കോടി രൂപയായിരിക്കും മറികടക്കുന്നത്. 2026 ആദ്യ 100 കോടി ചിത്രമായി നിവിന്റെ സർവ്വം മായ മാറുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കാണുന്നത്. ഈ വർഷം കേരളത്തിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് വീക്കെൻഡ് ഗ്രോസ് നേടിയ മലയാള സിനിമകളുടെ ലിസ്റ്റിൽ 3ാം സ്ഥാനത്തേക്കാണ് സർവ്വം മായ എത്തിയിരിക്കുന്നത്. എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങളാണ് സർവ്വം മായയ്ക്ക് മുന്നിലുള്ളത്. എമ്പുരാൻ 42.56 കോടി രൂപയും തുടരും 20.30 കോടി രൂപയുമായിരുന്നു കേരളത്തിൽ നിന്ന് ആദ്യ വാരാന്ത്യത്തിൽ നേടിയിരുന്നത്. 15 കോടി രൂപ നേടിയ കളം കാവലിനെയും 14 കോടി രൂപ നേടിയ DSR മൂവിയെയും മോഹൻലാൽ ചിത്രമായ ഹൃദയപൂർവ്വം, രേഖാചിത്രം എന്നീ ചിത്രങ്ങളെയും സർവ്വം മായ പിന്നിലാക്കിയാണ് ഇപ്പോൾ കുതിപ്പ് തുടരുന്നത്. തിയേറ്റർ ഫുൾ ഷോകളുമായി ചിത്രം മുന്നേറുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ മലയാളം എന്റർടൈൻമെന്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.